Hello guys, again I introducing a perfect phone for you. നല്ല കിടിലൻ ഫോണാണ്. നമുക്ക് നേരെ ഫ്ലിപ്കാർട്ടിലോട്ട് പോയി ഗൈസ്. ഒരു കാര്യം പറയാനുണ്ട്, ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ 2025 ന്യൂ ഇയർ ഓഫറൊക്കെ നടക്കുന്നതിനാൽ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ വില കുറവാണ്. ബൈ 2025 2025 എന്ന ഒരു ഇതാണ്, ഓഫറാണ്. ഓൺ ലൈവാണ്. നല്ല അടിപൊളി ഫീച്ചേഴ്സൊക്കെ ഉള്ള ലാപ്ടോപ്പ്, മോട്ടറോളയുടെ ലാപ്ടോപ്പൊക്കെ നമുക്ക് 36,000 രൂപയ്ക്ക് കിട്ടും. ഇൻ്റലിൻ്റെ നല്ല P4X ഒക്കെ നമുക്ക് 13,000 രൂപയ്ക്ക് കിട്ടും. മറ്റേ സാംസങ്ങിൻ്റെ വാഷിംഗ് മെഷീനൊക്കെ നിങ്ങൾ കണ്ടല്ലോ, 6,000 രൂപയേ ഉള്ളൂ ഫ്ലിപ്കാർട്ട്. ഞാൻ എപ്പോഴും നിങ്ങൾ ഫ്ലിപ്കാർട്ട് ഈ ലൈവ് സെയിലാണ് നടക്കുന്നത്. ഫ്ലിപ്കാർട്ടിൻ്റെ മോട്ടറോളയുടെ ടാബ്, മറ്റേത് മറിച്ചത് എല്ലാം നമുക്ക് വില കുറവിൽ കിട്ടും. അതുപോലെ നല്ല കിടിലം ഫോൺസ് നമുക്ക് നല്ല വിലക്കുറവിൽ കിട്ടും. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടോ ആമസോൺ ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. സാധനം താഴ്ന്നത് എൻ്റെ ഐപാഡാണ്. ഞാൻ നേരെ വയ്ക്കട്ടെ. ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ എപ്പോഴും ഫ്ലിപ്കാർട്ട് പ്രിഫർ ചെയ്യും. ഇന്ന് ഞാൻ വരാൻ പോണത് നല്ല ഹുവാവിയുടെ അങ്ങനെ വിടാൻ പറ്റില്ല. ഹുവാവിയുടെ ഒരു ഹുവാവി ഇല്ല. വാട്ട്? ഫ്ലിപ്കാർട്ടിൽ ഹുവാവിയുടെ ഫോൺസ് ഇല്ല, ഓണറേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് ഒരു കൂടി ഹുവാവി ഫോൾഡബിൾ ഫോണായിരുന്നു ഞാൻ നോക്കാൻ വേണ്ടി വന്നത്. ഇവിടെ ഹുവാവിയുടെ ഫോൺ ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്യും? നോ ഫിയർ, വെൻ നിയർ ഇൻ ദി ആമസോൺ വി ഗോ ടു ആമസോൺ. ഇതിന് മുമ്പ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ വമ്പിച്ച തിരിച്ചിൽ നടത്തണമല്ലോ, അല്ലാതെ ചുമ്മാ പോയിട്ട് കാര്യമില്ലല്ലോ. അഥവാ ഫ്ലിപ്കാർട്ടിലുണ്ടെങ്കിലും. ബട്ട് ഞാൻ ഇത് നേരത്തെ നോക്കിയപ്പോൾ കണ്ടതാണ്, അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. എങ്കിലും കുഴപ്പമില്ല, ആമസോണിൽ എന്തായാലും കാണാം. ഇതെന്ത് യൂട്യൂബ്? ഓക്കെ, ആമസോണിലോട്ട് പോകുമ്പോൾ ആമസോൺ എന്ന രീതി കാണിക്കൂ. ഇംഗ്ലീഷ്. ഓക്കെ, ഇതെന്ത് പറ്റി? പെട്ടെന്ന് പോവുക. നല്ല ഫോൾഡബിൾ ഫോൺസ് കിട്ടുമെന്ന് തോന്നുന്നു. ഹുവായി അടിച്ചപ്പോൾ റിയൽമി ഫോണിലല്ലാതെ വേറെ ദണ്ടി കിടക്കുന്നല്ലോ ഫോൺ. 6,000 രൂപയ്ക്ക് നല്ല ഹുവായിയുടെ ഫോണാണ്. നല്ല ഫോൾഡബിൾ ഫോണാണെന്നൊന്നും പറയുന്നില്ല. ദിസ് ഈസ് ആൻ ലിക്വിഡ് കേസ്. ഓക്കെ, അപ്പം ഹുവാവി ആദ്യം തന്നെ ഫ്ലോപ്പ് ആയതുകൊണ്ടും അതിനാൽ ആമസോൺ ഇടിക്കേണ്ടി വന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുകയാണ്, ആമസോണിലും വില കുറവുണ്ട്. ഇപ്പോൾ ഒരു സെയിലും നടക്കണില്ലെങ്കിൽ ആമസോണിൻ്റെ വില കൊണ്ട് നമുക്ക് നല്ല വില കുറവിൽ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കിട്ടും. ആമസോണും നല്ലൊരു ഓഫറാണ്. ഇതാണ് പ്ലാറ്റ്ഫോമാണ്. 50,000 രൂപയ്ക്കൊക്കെ നമുക്ക് ഐഫോണിൻ്റെ 50 Pro 70 Pro എന്തോ മാക്സ് കിട്ടും. 70 അല്ല 50 60 എന്തോ. ഓക്കെ, അതുകൊണ്ട് പിന്നീട് എന്തോ ഞാൻ ഇപ്പോൾ ചുമ്മാ വന്നൊരു ഫോണും ഫ്ലോപ്പാക്കി. വേറെ ഏതെങ്കിലും ഫോൺ നോക്കാമല്ലേ? ഇത് നോക്കിയേക്കാം. ഇത് പിന്നെ ഇത്ര റീസ് പറയാനുണ്ട്, നോക്കാം. നോട്ട് അവൈലബിളാ? എന്താടാ ഇത്? ഒരു കളറും അവൈലബിൾ ഇല്ലേ? ഒരു കളറും അവൈലബിൾ ഇല്ല, ഒരു പ്രൈസ് റേഞ്ചും. വാട്ട്? ഗോഡ്, ഒരു കളർ അവൈലബിൾ അല്ലടാ. ചിലപ്പോൾ എൻ്റെ സ്ഥലത്തെത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും എന്തോ. ബട്ട് എനിക്കൊരു കളർ അവൈലബിൾ അല്ല, ഒരു പ്രൈസും അവൈലബിൾ അല്ല. എന്തോ പറ്റേ? നിങ്ങളെ പ്ലേസിൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും, എൻ്റെ പ്ലേസിൽ ചിലപ്പോൾ അവൈലബിൾ ആവാത്തായിരിക്കും. എങ്കിലും ഈ ഫോണിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നതാണ്. ഈ റിവ്യൂ അല്ല, ഈ ഫോണിനെ കുറിച്ച് പറയാം. റിയൽമി P4X എന്ന് പറയുന്നൊരു കിടിലൻ ഫോണായിരിക്കാനാണ് സാധ്യത. നമുക്ക് നോക്കാം. മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റ് ആണെങ്കിലും 780K Antutu സ്കോർ കാണിക്കുന്നുണ്ട്. 7000 mAh ബാറ്ററി, 40 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ, 144 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്. മീഡിയാടെക്കിൻ്റെ 7500 ചിപ്സെറ്റ് വിത്ത് 90 FPS നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും.
ഡിസ്പ്ലേ ഒക്കെ കൊള്ളാം. ഞാൻ നേരത്തെ പറഞ്ഞ 7000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും. ക്യാമറ ഒക്കെ കൊള്ളാം. 50 മെഗാ പിക്സലിൻ്റെ AI ക്യാമറയാണ് ഇതിൽ വരുന്നത്. വീഡിയോ റെക്കോർഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ക്യാമറയും ഒരു സെൻസറുമാണ് വരുന്നത്. പിന്നീട് 90 FPS ഒരു സിസ്റ്റമാണ് വരുന്നത്. അതായത് 530 മെഗാ പിക്സൽ 530 സ്ക്വയറിൻ്റെ ഒരു 300 സ്ക്വയറിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. എന്താണ് VC കൂളിംഗ് ചേമ്പർ വരുന്നുണ്ട്. നല്ല അടിപൊളി ഫോണാണ്. ഹെഡ്ഫോൺ കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. 144 ഹെർട്സിൻ്റെ 1000 നെറ്റ് ബ്രൈറ്റ്നസ് ഉള്ളൊരു ഫോണാണ്. അത്യാവശ്യം ഡെയിലി യൂസ് അതുപോലുള്ള സിമ്പിൾ ഫ്രീ ഫയർ, ടെമ്പിൾ റണ്ണ്, സബ്വേ സർഫേഴ്സ്, ഗ്രാനി, മറ്റത് മറിച്ചത്, മൈൻക്രാഫ്റ്റ് അതുപോലുള്ള ഹൈ റെസൊല്യൂഷൻ ഗെയിമല്ലാതെ ഈ ഫോൺ കിടിലൻ ഫോണാണ്. അടുത്ത് തപ്പിപ്പോയപ്പോൾ കിട്ടിയൊരു ഫോണാണ് റിയൽമി 16 എന്തോ പറഞ്ഞ ഒരു ഫോണ്. അതിൻ്റെ പേരെന്താ 60 എന്ന് പറഞ്ഞൊരു ഫോണാണ്. നമുക്ക് ഇതിൻ്റെ ഒരു പെൻസിൽ വരുന്നുണ്ട്. POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ സോണി എന്തിൻ്റെയോ ക്യാമറയാണ് വരുന്നത്. 58 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഗൂഗിൾ ജിമിനിയാണ്. പിന്നെ മോട്ടറോളയുടെ സാധനമാകുമ്പോൾ നമുക്ക് 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 3-in-1 ലൈറ്റ് ലെൻസ്, 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, പിന്നീട് Dolby Atmos ഒക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. റിയൽമിയുടെ സാധനമാകുമ്പോൾ നമുക്ക് അത് ഞാൻ കുറേ നേരമായിട്ട് വേണ്ട സ്നാപ്ഡ്രാഗണിൻ്റെ 7th Gen 2 പ്രോസസ്സറാണ് ഇരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. റിയൽമിയുടെ സാധനമാകുമ്പോൾ നമുക്ക് കണക്ടിവിറ്റി കൂടുതലായിരിക്കും. ഇപ്പോൾ റിയൽമിയുടെ ലാപ്ടോപ്പ്, റിയൽമിയുടെ പാഡ്, റിയൽമിയുടെ മറ്റേ ഫോണാണെങ്കിൽ നമുക്ക് മറ്റേ ഇതുണ്ടല്ല മൗസ് ചെയ്യുമ്പോൾ വരാകും. പിന്നെ Dolby Atmos എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല കിടലാണ്. കണ്ട ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. ഒരു ചാർജിങ്ങിൻ്റെ Type C ആണ് വരുന്നത്. പിന്നീട് സൗണ്ട് പാന നമ്മുടെ സാംസങ്ങിൻ്റെ സാധനം തന്നെ പാന. ഓക്കെ അതുകൂടി. പിന്നെ നല്ലൊരു ക്യാമറയൊക്കെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് റിയൽമീൻ്റെ അറിയാം. റിയൽമി എന്ന് മാറിപ്പോയി. ശേഷം മറ്റേ മോട്ടറോളയിൽ അറിയാം. നമുക്ക് ലെതർ ഫിനിഷിംഗ് ആണ് വരുന്നത്. ലെതർ ഇമേജ് ലെതറിൻ്റെ ഫിനിഷിങ് എന്നാൽ ലെതറല്ല. മനസ്സിലായ നിങ്ങൾക്ക്? ഇതിൻ്റെ മെയിൻ ക്യാമറയിലും സെൽഫി ക്യാമറയിലുമുള്ള ഫോട്ടോസ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് മെയിൻ ക്യാമറയിൽ വരുന്ന 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയിൽ വരുന്ന പ്രകൃതി രമണീയം. ഓക്കെ, അതിന് മുമ്പ് ഇത് ഈ ഫോണിൻ്റെ അകത്ത് മറ്റേ പാന, ഇമേജിംഗ് ടൂള്, ചാർജർ എല്ലാം ഫോണിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഫോൺ ഇരിക്കുന്നത്. നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ 2 കളറിലാണ് അവൈലബിൾ. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതാണ് 50 മെഗാ പിക്സലിൻ്റെ ബാക്ക് ഫുൾ ബ്ലറായി നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ട്. ഇത് സെൽഫി ക്യാമറയാണ് 32 മെഗാ പിക്സലിൻ്റെ. മറ്റേ പ്രകൃതിയിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ പ്ലക്കെന്നിരിക്കും. മറ്റേ മാങ്ങ കണ്ടാ തൂങ്ങിയിരിക്കുന്നത്. നല്ല അടിപൊളി ഫോണാണ്. ബ്ലാക്ക് കളർ ചാർജറാണ്. അഴുക്കൊന്നും അറിയേയില്ല. നല്ല അടിപൊളി കിണ്ണം കാച്ചി ഫോണുമാണ്. 20,000 രൂപയ്ക്ക് ഇത് അഫോർഡബിൾ എന്നൊക്കെ പറയുമ്പോൾ നല്ല അഫോർഡബിളാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. ഹെവി ഗെയിമിങ്ങിനും കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. സ്നാപ്ഡ്രാഗൺ കുഴപ്പമില്ലായിരിക്കും. എന്താ വെച്ച് BGMI ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് കളിക്കാനാണെങ്കിൽ മക്കളെ ഈ ഫോൺ വേണ്ട. ചൂടാവും, ഹാങ് ആവാം, അത്രയൊക്കെ പറയുള്ളൂ. ബട്ട് ഇവിടെ 6800 രൂപയ്ക്കൊരു സാംസങ്ങിൻ്റെ ഫോൺ കണ്ടുപോയ പറ്റുമ്പോൾ മെൻഷൻ ചെയ്തിട്ട് പോകാൻ വിചാരിച്ച്. പാണ്ഡവൻ്റെ കാലത്തെ ചിപ്സെറ്റ്, പാണ്ഡവൻ്റെ കാലത്തെ പ്രൊട്ടക്ഷൻ, പാണ്ഡവൻ്റെ കാലത്തെ ക്യാമറ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫോൺ. സാംസങ് പിച്ചക്കാരുടെ ഇടയിൽ സാംസങ്ങിൻ്റെ പ്രേമികളുണ്ടെങ്കിൽ ഈ ഫോൺ വാങ്ങാവുന്നതാണ്. അവർക്കൊരു ബെസ്റ്റ് ഓപ്ഷനായിരിക്കും. ഇത്രയും നല്ല ഫോൺസ് ഇവന്മാരിറക്കുന്നുണ്ട്. 6000 രൂപയുടെ താഴെ ഇതിനെക്കാട്ടി നല്ല ഫോൺസ് ഇറക്കുന്നുണ്ട്.
എന്നിട്ട് എന്തിനാണ് ഈ സാംസങ് ഓക്ക് വാങ്ങാൻ വേണ്ടി മാത്രം ഇതെടുക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ബട്ട് ഞാൻ നേരത്തെ റിവ്യൂ ചെയ്ത സാംസങ് അല്ല, ഞാൻ നേരത്തെ റിവ്യൂ ചെയ്ത മോട്ടറോളയുടേതും നമ്മുടെ റിയൽമിയുടേതും കിടിലം ഫോൺസാണ്. ഒരു രക്ഷയില്ലാത്ത ഫോൺസാണ്. നല്ല വിലയും കുറവാണ്, നല്ല സ്റ്റോറേജൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊരു ഡെയിലി യൂസിനൊക്കെ പക്കയാണ്. 17,000-20,000 രൂപയ്ക്ക് ഉള്ളൂങ്കിലും നല്ല കിടിലം ഫോണാണ്. നമുക്ക് അത്യാവശ്യം ഗെയിമിങ് പരിപാടിയൊക്കെ ഇതിൽ കൊണ്ടുവരാനൊക്കെ പറ്റും. എന്താ മറ്റേ ഇതിൻ്റെ കൊള്ളറൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നുണ്ടാവും. പിങ്ക്, ഗ്രീന്, സിൽവർ. എൻ്റെ അമ്മച്ചി തൂക്കി ഇത് ഫോൺ ഡിസൈൻ തന്നെ തൂക്കി. ഇനി ഇതിൻ്റെ ഡിസൈനിൽ ഇനി ഫോൺ ഇറക്കും. മോട്ടോറോള പിന്നെ അറിയാമല്ലോ, നമ്മുടെ മെയിൻ ഡിസൈൻ OLED ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടാണ്. നല്ല മെയിൻ ഡിസൈനാണ് ലെതർ ഫിനിഷിൽ, നമ്മുടെ ഡൂപ്പ് ലെതർ ഫിനിഷ് എന്നൊക്കെ പറയാൻ പറ്റുന്നുള്ള നല്ല ഡാർക്ക് ബ്ലൂയിലും നല്ല ഡാർക്കിന് കുറച്ച് ലൈറ്റ് ബ്ലൂയിലുമാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നീട് കുറേ ഫോൺസ് ഉണ്ട്. ടെക്നോപാഡ് 7 എന്ന് പറയുന്നൊരു ഫോണുണ്ട്. റിയൽമിയുടെ തന്നെ, റെഡ്മിയുടെ തന്നെ 15 എന്നൊരു ഫോൺസ് ഉണ്ട്. എന്നാൽ ഞാനിതിൽ പെട്ടെന്ന് ആദ്യം കാണിച്ച ഫോൺ ഫ്ലോപ്പായി. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ ഈ ഫോൺ എടുക്കേണ്ട കാര്യം. അപ്പം 2 ഫോൺസ് നല്ലതാണ്. ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഓഫറുള്ള കാര്യം നിങ്ങൾ മറക്കല്ലേ. ആവശ്യമുള്ളവർ പോയി വാങ്ങുക, പെട്ടെന്ന് പോയി വാങ്ങുക. മറ്റേ സെയിൽ കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫോൺ അന്വേഷിക്കുന്ന ഫ്രണ്ടിന് ഈ വീഡിയോ കൊള്ളാമെങ്കിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഐപാഡല്ല എൻ്റെ താഴെ വേണ്ടത്, പാഡാണ്. മോട്ടറോളയുടെ ഒരു കിടിലൻ പാഡാണ്. എൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ബൈ.